ധ്യാൻ ചേട്ടന്റെ ആപ് കൈസേ ഹോ എന്ന സിനിമ വരികയാണ്. വെൽക്കം ഗൈസ്. സൂപ്പർ. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ധ്യാൻ ചേട്ടനാ. നീ എല്ലാരെയും നീ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പ് ആക്കി വിട്ടല്ലേ. അത്രയും പേര് എത്ര ഇവിടെ വരുന്ന എല്ലാ ആങ്കർമാരും ഇന്റർവ്യൂ എടുത്ത് ദക്ഷിണ വെച്ച് നീ ആ തുടക്കത്തിൽ പറഞ്ഞ സാധനം ഒന്നുകൂടെ വിട്ടെ. ധ്യാൻ ശ്രീനിവാസനും കൂട്ടുകാരും നിൽക്കുന്ന ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞ നീ അല്ലല്ല ധ്യാൻ എഴുത്തില്ല, അതാ ഉദ്ദേശിച്ചത്. നിന്റെ ഡിജിറ്റൽ മാർക്കറ്റ് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. പാതിരാത്രി മൂന്നാറിന് തണുപ്പിൽ വന്ന് നിന്റെ ഇന്റർവ്യൂ ഇവൻ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഒന്നും കിടക്കുന്ന നിരന്തരം വർക്ക് ചെയ്യാൻ HDFC ബാങ്കിൽ നിന്ന് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതാണ് നിന്റെ പോക്കെങ്കിൽ അടുത്ത് EMI മുടങ്ങും. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെയോ ഫ്യൂവൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട്. എനിക്ക് കാറ് വേണ്ടെന്ന് തീരുമാനിച്ചത് എന്റെ ഒരു വെളിയായിരുന്നു. നിങ്ങൾ ഇറങ്ങണം. കാറ് വേണ്ടെന്ന് വെച്ചു. നിങ്ങൾ എവിടെ ഉണ്ട് അങ്ങനെ നമ്മളൊക്കെ ജിന്ദിനാജി. നിന്റെ ചേട്ടനെ കോളേജ് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. എന്ത് കഥയാടാന്ന് ഓർത്ത് നീ കോളേജ് പഠിക്കുന്നത്. സദസ്സിലാണ് പലരും ഞാൻ പരിചയപ്പെട്ട 90% ആൾക്കാർ ഇതേപോലെ ഇങ്ങനത്തെ മദ്യസേവാ സദസ്സിൽ ഇന്ന് ചെരുപ്പ് കാണാത്ത പോയ കേസിൽ ഇപ്പോഴും ഇവൻ പ്രതിയാ. പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ആങ്കർ എന്നല്ല അല്ലേ? ഞങ്ങൾ അടിക്കടി പരിചയപ്പെട്ട് അങ്ങനെയൊന്നുമില്ല. അവിടെ വെച്ചിട്ടാണ് കുഞ്ഞിരാമായണം ഓണാവുന്നത്, അവിടെ വെച്ചിട്ടാണ് താരം ഓണാവുന്നത്. പുരുഷന്മാരാണ് ഭയങ്കര മെന്റലി സ്ട്രോങ് ആണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇറ്റ് ഈസ് റോങ്. പുരുഷനുള്ളതും സ്ത്രീക്ക് ഇല്ലാത്തതുമായ ഒരൊറ്റ നിയമം എന്തൊക്കെ ഒരു അധികാരം പറഞ്ഞുതരാം. രമേശ് ചേട്ടന് വേണം, അവിടെ വേണം. പറഞ്ഞല്ലോ, കഴിഞ്ഞ് എല്ലാവർക്കും വേണം. മോഷിപ്പിച്ചില്ല, അതൊരു വലിയ കാഴ്ചയായിട്ട് നല്ലവനാ. വളരെ ഈ ഇവൻ അധികം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഇവൻ വളരെ സ്വതന്ത്രനാണ് കുറച്ചുകൂടെ. ഇത്രയും ഇന്റർവ്യൂ, ഇത്രയും പടവും എഴുത്തും സംവിധാനവും കഴിഞ്ഞ് പാതിരാത്രി 2 മണിക്ക് ഇവനെ മോട്ടിവേറ്റ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഇന്ന് അറിഞ്ഞത്.